വൈകിട്ട് CPM നേതാവ് ശ്രീ KS അരുൺകുമാർ, BJP വക്താവ് ശ്രീ ഉല്ലാസ് ബാബു, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ഉല്ലാസ് ബാബു, അൻവർ ഇപ്പോൾ തീപ്പന്തം പോലെ കത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അൻവറിന് അങ്ങനെ തീപ്പന്തം പോലെ കത്തിപ്പടരുവാൻ കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി മുഴുവനായിട്ടും അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുദ്രാവാക്യങ്ങളുമായിട്ട് പാർട്ടി അണികൾ റോഡിലിറങ്ങിക്കഴിഞ്ഞു. MV ഗോവിന്ദന്റെ ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെ തന്നെ. ശ്രീ മഞ്ജുഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, PV അൻവർ എന്ന് പറയപ്പെടുന്ന MLA, അദ്ദേഹം ഈ വിഷയങ്ങൾ സ്വന്തം മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് നേരെയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയും എത്ര കാലമായി ഈ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ട്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മടിയിൽ കനമില്ലാത്തവനും ഭയപ്പെടാനില്ല എന്നാണ് മുഖ്യമന്ത്രി എപ്പോഴും നമ്മളോട് ചർച്ച ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പറയാറ്. അങ്ങനെ മടിയിൽ കനമില്ലാത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ ഒരു മാനനഷ്ട കേസ് 2 വരി കടലാസിൽ എഴുതിയിട്ട് കൊടുക്കാനുള്ള ആർജവം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്നില്ല? ADGP അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ ആണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു FIR ഇട്ടിട്ട് ഇതേപോലെയുള്ള അനാവശ്യം എന്നെ കുറിച്ച് പറയുന്നു, ഇത് 100% കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് ഒരു കേസെടുത്ത് ഇതേപോലൊരു നടപടിയുമായി അജിത് കുമാർ മുന്നോട്ട് പോകുന്നില്ല? ശ്രീ ഗോവിന്ദൻ CPM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നു സമൂഹത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞൊരു കേസെടുക്കാൻ ഗോവിന്ദൻ ഒരു പരാതി കൊടുക്കുന്നില്ല. അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, റിയാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെ കുറിച്ചായിക്കോട്ടെ, ഈ പറഞ്ഞ വിഷയത്തിൽ അൻവർ ഉന്നയിച്ച വിഷയം, ഈ വിഷയങ്ങള് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്ന് അന്നൊരു പ്രതിപക്ഷ ആരോപണമായി എല്ലാവരും കണ്ടു. ഇന്ന് അവരുടെ പക്ഷത്തു നിന്ന് തന്നെ ഒരു വ്യക്തി വന്ന് ആഞ്ഞടിച്ചു എന്നാണ് നിങ്ങളൊക്കെ വാർത്തയിൽ പറയുന്നത്. എന്നാൽ ആഞ്ഞടിക്കുമ്പോൾ ആ ആഞ്ഞടിച്ചത് സർക്കാരിന് എതിരായി വരുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരായി വരുമ്പോൾ, റിയാസ് എന്ന് പറയുന്ന മന്ത്രിക്കെതിരായി വരുമ്പോൾ, പാർട്ടിക്കെതിരായിട്ട് വരുമ്പോൾ, ഇവരാരും ഇപ്പോഴും ഇതുവരെയും കാലം ഇത്രയായിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാനോ ഇയാൾക്കെതിരെ ഒരു കേസെടുക്കാനോ ഇയാൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനോ ഇവരെന്താ തയ്യാറാവാത്തത്? പക്ഷെ അത് അൻവർ പരസ്യമായിട്ട് ഇത്രയും വലിയ വിമർശനം ഉന്നയിച്ചത് ഇന്നലെ മാത്രമാണ്. ഇതുവരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശന സ്വരം അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു അനുകൂല നിലപാട് കിട്ടും, പാർട്ടിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞിരുന്ന അൻവർ ഇന്നലെയാണ് ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. അത് എന്തുകൊണ്ട് ഇന്ന് നടപടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണമുണ്ട്. വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി അൻവർ പ്രവർത്തിച്ചു. ഇതാണല്ലോ അൻവറിനെ മാറ്റി നിർത്തുവാനുള്ള കാരണം. അതായത് ഇപ്പോൾ ഉല്ലാസ് തന്നെ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണെന്ന്. അതായത് അതേ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി അൻവർ വന്നു, അപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. ഇതാണ് MV ഗോവിന്ദന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു രത്ന ചുരുക്കം. അല്ല, MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദന് അത് വിട്ടിട്ടൊന്നും പറയാൻ സാധിക്കില്ല. അത് അയാളുടെ പരിമിതിയാണെന്ന് പറയാം. മഞ്ജുഷിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അടക്കമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ തവണ അൻവർ ഉന്നയിച്ച വിഷയം എന്താണ്? ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ADGP ആയിട്ടുള്ള ശ്രീ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ, ചെറിയ കാര്യമാണോ ഫോൺ ചോർത്തൽ? പക്ഷെ മറ്റു കാര്യം എന്താ ചെറിയ കാര്യമാണോ? കൊലപാതകത്തിന് കൂട്ടുനിന്നിരിക്കുന്നു, കൊലപാതകം നടത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പുകളും പോലീസ് സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ച്, അപ്പോ ഒരു സ്വർണ്ണക്കടത്തിന്റെ കൂട്ട്, അതുപോലെ കൊലപാതകത്തിന് കൂട്ട്, അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ വിഷയങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി മുഖ്യമന്ത്രിക്കെതിരെ തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇതുപോലെയുള്ള കൊള്ളരുതായ്മകളെ ഒരു MLA എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA അത് വിളിച്ചു പറയുമ്പോൾ അത് തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവുപൂർവ്വം കഴിവുകളുമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു MLA പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അതിന് ഉത്തരം പറയേണ്ട സർക്കാർ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. ഗോവിന്ദനൊന്നും പറയാൻ പറ്റില്ലെന്നേ, കാരണം അയാൾക്ക് പറയാൻ പേടിയാണ് എന്ന് അൻവർ പറഞ്ഞ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം 8 വർഷക്കാലമായിട്ട് ഈ കേരളത്തിനകത്ത് ഭരണ സംവിധാനം തിരിച്ചു തുടങ്ങിയ ഇന്നുവരെ അവർ നടത്തിയിട്ടുള്ളത് ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഇതുപോലെയുള്ള അഴിമതിയിൽ മുങ്ങിത്തപ്പിയിട്ടുള്ള ഓഫീസർമാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കോക്കസാണ്. ആ നെക്സസിനെ കുറിച്ച് എത്ര കാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പറയുന്നു. അന്നൊക്കെ അതൊരു പ്രതിപക്ഷത്തിന്റെ ആരോപണമായിട്ടും വരട്ടാൻ നോക്കണ്ട എന്നും
എന്റെ മടിയിൽ കനമില്ലെന്നൊക്കെ പറഞ്ഞ് അഭ്യാസം കളിച്ച് മുങ്ങിയ മുഖ്യമന്ത്രി ഇന്ന് ഓടി ഒളിക്കല്ലേ? മാധ്യമക്കാർ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഓടി ഒളിക്കുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? 100 പോലീസുകാരെ കൂടി ഇനി അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കിടും. വേറെ കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നല്ലാതെ ADGP അജിത് കുമാറിനെ മാറ്റാനുള്ള ഒരു തരത്തിലുള്ള ധൈര്യവും പിണറായി വിജയൻ ഉണ്ടാകും. ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ കെ എസ് അരുൺകുമാർ ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി PV അൻവർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി LDF-ഉം CPM-ഉമായി ഒരു ബന്ധവുമില്ല. അതായത് പടിക്ക് പുറത്താക്കിയിരിക്കുകയാണല്ലോ അൻവറിനെ. പക്ഷേ ഈ ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ മാത്രം എങ്ങനെ അൻവർ അനഭിമതനായി? ഇതുവരെ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചിരുന്ന ഒരാളാണ് PV അൻവർ. മുഖ്യമന്ത്രിയെ ആര് വിമർശിച്ചാലും അവിടെ ആദ്യം ചാടിയിറങ്ങുന്നത് PV അൻവർ ആയിരുന്നു, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ പഴയ കാര്യങ്ങളൊക്കെ വായിച്ച് ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഷെയർ ചെയ്യപ്പെട്ട് പോകുന്നുമുണ്ട്. ഈ മടിയിൽ കനമില്ലാത്തവൻ എന്നുള്ള പ്രയോഗമൊക്കെ പലതവണ ഷെയർ ചെയ്തതാണ് PV അൻവർ. അങ്ങനെ ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് അനഭിമതനായി? അപ്പോൾ ഈ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നവർ പാർട്ടിക്ക് പുറത്താകും, അല്ലെ പാർട്ടിയോട് പിന്നെ അവർക്കൊരു ബന്ധവുമില്ല, ഏത് സഹയാത്രികനായാലും. ഇങ്ങനൊരു സന്ദേശം നൽകുകയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശ്രീ അരുൺകുമാർ? ഒരിക്കലല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പല ഘട്ടത്തിലും അൻവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അൻവറിനെ വളഞ്ഞാക്രമിക്കുന്ന സാഹചര്യം നിരവധി ഈ കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ വന്നു, ജില്ലാ കോടതിയിൽ നിരവധി കേസുകൾ വന്നു, പല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുകയും ചെയ്തു. ചില ചാനലുകൾ 50-ലധികം ദിവസം ഈ അൻവറുടെ ഫോട്ടോ വച്ച് അൻവറുടെ ഓരോ പ്രവൃത്തിയും മുഖ്യധാര 8 മണി ചർച്ചയിൽ ഉൾപ്പെടുത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ചാനൽ അടക്കം പല ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഇടതുപക്ഷത്തിന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ അൻവറിനെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ പ്രൊട്ടക്ട് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ച പാരമ്പര്യം തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അത് ഗവൺമെന്റ് സംവിധാനത്തിൽ പരിശോധന ആരംഭിച്ചു. ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ DGP. ആ DGP-യുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ടീം ഉണ്ടാക്കി. അതിലും വലിയൊരു ഉദ്യോഗസ്ഥൻ പോലീസിൽ കേരളത്തിൽ ഇല്ല. അദ്ദേഹം അതിന്റെ കോപ്പി പാർട്ടിക്ക് തന്നു. ആ പാർട്ടി ആ പരാതി ഗവൺമെന്റിന് കൊടുത്ത അതിന്റെ കോപ്പി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സംവിധാനത്തിൽ പരിശോധിക്കേണ്ടതാണെന്ന് കണ്ടെത്തി. അതിനുശേഷം പാർട്ടിക്ക് രണ്ടാമതൊരു പരാതി തന്നു. ആ പരാതി കൃത്യമായി പരിശോധിച്ച് ഇത് കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തെങ്കിലും തെളിവുകൾ, ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ എന്താണ് കാരണം എന്നതിന്റെ തെളിവുകൾ വിശദീകരിക്കാൻ തിരുവനന്തപുരത്തിന് വരാൻ, AKG സെന്ററിലേക്ക് വരാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അൻവറിനെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒക്ടോബർ മാസം 3-ന് മാത്രമേ ഞാൻ തിരുവനന്തപുരത്തേക്ക് എനിക്ക് വരാൻ കഴിയൂ, ഞാൻ വന്നോളാം, ഈ പരാതിയുടെ ഉള്ളടക്കം ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞു. അത് പെൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ നിരന്തരം പത്രസമ്മേളനം നടത്തി ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്ന, പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ശ്രമങ്ങൾ ഉണ്ടായി. ആ ഘട്ടത്തിലെല്ലാം പാർട്ടി ആവശ്യപ്പെട്ടു, നിങ്ങൾ ഗവൺമെന്റിനെ വിശ്വസിക്കുക, മുഖ്യമന്ത്രിയെ വിശ്വസിക്കുക, പാർട്ടിയെ വിശ്വസിക്കുക. നിങ്ങൾ തന്ന പരാതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് പുറത്തുവിട്ടു പത്തനംതിട്ട SP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രഥമദൃഷ്ട്യാ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പറ്റാത്ത കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തി വലതുപക്ഷത്തിന്റെ നാവായി, മാധ്യമങ്ങളുടെ നാവായി ഈ PV അൻവർ മാറി. ആ സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും കൂടുതൽ കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ അഭ്യർത്ഥിക്കുന്നു എന്നാവശ്യപ്പെട്ടത്. അന്ന് തന്നെ രാത്രി 8:15 അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പിട്ടു, പാർട്ടിയാണ് വലുത്, പാർട്ടി കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ ഞാൻ നടക്കൂ, പാർട്ടിക്ക് അനഭിമിതമായി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പരസ്പര വിരുദ്ധമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പാർട്ടിയെ വെല്ലുവിളിക്കുകയും മുഖ്യമന്ത്രി അടക്കം അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, ഇതുവരെ ശ്രീ PV അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നല്ലാതെ എന്തു തെളിവാണ് പൊതുജന സമൂഹത്തിൽ ഹാജരാക്കിയത്? സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹ കുറ്റം നടത്തിയ പ്രതികളോടൊപ്പം ഇരുന്ന് ഉള്ള വീഡിയോ, ചോദ്യങ്ങൾ ചോദിക്കുന്ന 2 വീഡിയോ ക്ലിപ്പുകൾ ഹാജരാക്കി എന്നല്ലാതെ എന്ത് തെളിവ്? അതെന്ത് തെളിവാണ്? ഒരു പ്രതികൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, അത് സാധൂകരിക്കുന്ന മറ്റെന്തെങ്കിലും തെളിവ് അദ്ദേഹം ഹാജരാക്കിയോ? പോലീസിന്റെ SP ഓഫീസിലെ മരം മുറിച്ചു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ കൊണ്ടുവന്നു. അത് ഏതെങ്കിലും ഗവൺമെന്റ് ഉത്തരവിന്റെ ഭാഗമായി നിയമപരമായിട്ടാണോ മുറിച്ചത് അല്ലയോ എന്ന് കാണിക്കുന്ന ഏതെങ്കിലും രേഖ അദ്ദേഹം ഹാജരാക്കിയോ? ആരോപണങ്ങൾ ഉന്നയിക്കാൻ
പലർക്കും സാധിക്കും, എന്ത് ആരോപണം ഉന്നയിക്കാം. ശരിയാണ്, അതിന് തെളിവുകൾ ഹാജരാക്കണം. പക്ഷേ ശ്രീ കെ എസ് അരുൺകുമാർ, താങ്കൾ ഇത്രയും പറഞ്ഞത് രണ്ട് സംശയങ്ങൾ ചോദിക്കുകയാണ്. അതിലൊന്ന് എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു PV അൻവറും പാർട്ടിയുമായിട്ട്, അല്ലെങ്കിൽ PV അൻവറും സർക്കാരുമായിട്ട്, അല്ല പാർട്ടി തന്നെ പറയാം, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയായിരുന്നുവെന്ന്. അത് സത്യസന്ധമായ രീതിയിൽ അങ്ങനെയായിരുന്നു. അൻവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, പാർട്ടിക്കാരനല്ലാത്ത അൻവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പാർട്ടി എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടി സഖാക്കളെ, അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുവാൻ അൻവറും ഉണ്ടായിരുന്നു. എന്ത് വിമർശനം ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു. അപ്പോൾ അൻവർ തെന്നിമാറിയത് ആ കൊടുക്കൽ വാങ്ങലിന്റെ അളവിൽ വ്യത്യാസം വന്നതുകൊണ്ടാണോ? ഈ സത്യസന്ധത എന്ന് താങ്കൾ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് സത്യസന്ധമായ ഒരു പിന്തുണയോ ഈ കൊടുക്കൽ വാങ്ങലോ ആണെന്ന് നമുക്ക് ധരിക്കാൻ വയ്യ. കാരണം അൻവർ അത്ര ഒരു പൊതുസമൂഹത്തിൽ അത്ര വലിയ ഇമേജ് ഉള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും കോടതി നടപടികളും ഒന്നും അത് അദ്ദേഹത്തിന്റെ ഇമേജ് കൂട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ പാർട്ടിക്കാർക്കിടയിൽ ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്കാരോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നയാൾ, പാർട്ടിയുടെ നേതൃത്വത്തിനോട് കൂറുള്ളയാൾ എന്നുള്ള ഇമേജിന്റെ പുറത്തായിരുന്നു അൻവർ നിന്നിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുവാൻ കഴിയില്ല. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ. അപ്പോൾ അതിന്റെ അളവിൽ, ഈ കൊടുക്കൽ വാങ്ങലിന്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നതുകൊണ്ട് അൻവർ പിണങ്ങി ഇങ്ങനൊരു പരാതിയുമായിട്ട് വന്നു. തിരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. അൻവറിന് അത് മതിയാകുമായിരുന്നില്ല. അവിടെ അൻവർ പരസ്യമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നതല്ലേ? അവിടെ ഏത് വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയാണ് പ്രവർത്തിച്ചത്? അതിനും നിങ്ങളുടെ കയ്യിൽ തെളിവുകളില്ലല്ലോ, ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന്. രണ്ടാമത്തെ സംശയം ഞാൻ അടുത്തതായി ചോദിക്കാം, ഇതിനുള്ള മറുപടി. അല്ല, ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്നുള്ള താങ്കളുടെ പ്രയോഗം ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും എല്ലാം അൻവർ പല ഘട്ടത്തിലും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അൻവറിനെതിരെ ആരോപണങ്ങൾ വരുമ്പോഴും, അത് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി സഖാക്കൾ നന്നായി തന്നെ അണിനിരന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രൂപത്തിലല്ല, ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു MLA എന്ന രൂപത്തിലാണ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു 8 വർഷം മുമ്പ് ശ്രീ അൻവർ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നില്ലല്ലോ, ഡിക് ആയിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് കുടുംബമാണ്. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ ഇപ്പോൾ പറയുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുമ്പോൾ, ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് ഘടകത്തിൽ പോലും പ്രവർത്തിച്ച അനുഭവ പരിചയമില്ലാത്ത ഒരു വർഗ ബഹുജന സംഘടനയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ പോലും പ്രവർത്തിച്ച് ഒരു ബേസിക് അനുഭവജ്ഞാനം പോലും ഇല്ലാത്ത ആളാണെന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്കറിയാം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പലതരത്തിൽ വലതുപക്ഷം പോലും ഉന്നയിക്കാൻ മടിക്കുന്ന ആരോപണങ്ങൾ അടക്കം പുറത്തു കൊണ്ടുവരുമ്പോൾ അത് വെറും ആരോപണങ്ങളാണ്. ആർക്കും ഉന്നയിക്കാം, എവിടെ ഇരുന്നും ഉന്നയിക്കാം. പക്ഷെ വസ്തുതകളാണ് വേണ്ടത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള തെളിവുകളും വസ്തുതയും ഇല്ലാതെ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? അല്ല, അത് അൻവറിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അൻവറിന്റെ ചെയ്തികളിൽ എന്ത് തെളിവുകളും വസ്തുതകളും കണ്ടിട്ടാണ് അന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തത്. തിരിച്ച് അൻവർ ഇങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്തതും ഒരു രാഷ്ട്രീയമായ പരിരക്ഷ എന്നുള്ളതേ ഉള്ളൂ. രാഷ്ട്രീയമായി കൂറുള്ള പാർട്ടിയോട് ചെയ്ത ഒരു സഹായം, അങ്ങനെയുള്ള പ്രൊട്ടക്ഷനേ ഉള്ളൂ. അല്ലാതെ പൊതുസമൂഹം നോക്കുമ്പോൾ അൻവർ പൂർണ്ണമായിട്ടും സത്യസന്ധമായ പ്രവൃത്തി ചെയ്തു, തിരിച്ചിങ്ങോട്ട് പാർട്ടി സത്യസന്ധമായി തന്നെ അൻവറിനെ പിന്തുണച്ചു എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ശ്രീ അരുൺകുമാർ, രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത്, ഈ ആദ്യം പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾക്ക് കൂട്ടിച്ചേർക്കാണ്ട് ചെയ്തോളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞു ഒക്ടോബർ മാസം 3-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന്. പിന്നെ അന്വേഷണം നടക്കുകയാണ്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ, പോലീസിങ്ങിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതികൾ, ഇതെല്ലാം. പക്ഷേ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെയല്ലേ ശ്രീ അരുൺകുമാർ മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? അതിൽ അൻവറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന രീതിയിലായിരുന്നുവല്ലോ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ADGPക്കെതിരെയുള്ള അന്വേഷണത്തിൽ എന്ത് കണ്ടെത്താൻ ആണ് ഉള്ളത് എന്നുള്ള സംശയം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അവിടെ അൻവർ തെറ്റി. അല്ല, അൻവർ തെറ്റിയത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് തെളിയെന്ന് പറഞ്ഞ പോലെ ഒരു അന്വേഷണം ആരംഭിച്ചാൽ അപ്പോൾ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഉണ്ടായില്ലല്ലോ. ആ പരാതികൾ ആകെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നെ DGP എന്ത് അന്വേഷിക്കാനാണ്? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഈ അൻവർ തന്നെയാണ് സ്വർണ്ണക്കടത്തിന് കൂട്ടു നിൽക്കുന്നയാൾ എന്നുള്ള സംശയം പൊതുസമൂഹത്തിലേക്ക് മുന്നിൽ ഇടുകയായിരുന്നുവല്ലോ മുഖ്യമന്ത്രി ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പരാതി കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ട് വേണം നടപടി സ്വീകരിക്കാൻ.
DGPയേക്കാൾ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി സമയപരിധി നിശ്ചയിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ആ വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അന്വേഷണ ഏജൻസിയുടെ കയ്യിലിരിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അന്നേരം ഒരു വാക്ക് പോലും പ്രസ്താവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മെറിറ്റിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ തുടരെ പത്രസമ്മേളനം നടത്തുന്ന രീതി ശരിയല്ല. പത്രക്കാർ പല ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾക്ക് പലതും ഊഹിക്കാം, അന്വേഷിക്കാം എന്ന് പറയുന്ന സാഹചര്യമാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിയത്. പാർട്ടി പല ഘട്ടത്തിലും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു, അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ കൃത്യമായി അഭ്യർത്ഥിച്ചു, നിങ്ങൾ പത്രസമ്മേളനം ഒഴിവാക്കാം. തുടർച്ചയായി പത്രസമ്മേളനം നടത്തി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കിയാൽ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ആദ്യം ചോദിച്ചല്ലോ, എന്ത് തെളിവാണ് നിങ്ങൾക്ക് അവർ തന്നത്? ശ്രീ PV അൻവർ ഒരു 10ഓളം പത്രസമ്മേളനം നടത്തി. കുറെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസ്താവനകളല്ലാതെ എന്ത് തെളിവാണ് പത്രമാധ്യമങ്ങൾക്ക്? മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും തെളിവ് തന്നോ? മറ്റെന്തെങ്കിലും മന്ത്രിമാർക്കെതിരെ തെളിവ് തന്നോ? ഈ ആരോപണം വാക്കാൽ ഉന്നയിക്കുന്നു എന്നല്ലാതെ വസ്തുനിഷ്ഠമായി ഇത് ശരിയാണ് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് ഹാജരാക്കിയോ? തെളിവ് എന്ന് പറയുമ്പോൾ അരുണെ ഇത് തെളിവ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നയാൾ ഭരണപക്ഷത്തെ MLA നിങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഒരാളാണ് എന്നത് തന്നെ അതിനകത്ത് ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഉള്ളിൽ നിന്നായിരിക്കുമല്ലോ കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കുവാൻ പറ്റുക. അത് അൻവർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നവർക്ക് മുന്നിൽ അൻവർ ഹാജരായിട്ടുണ്ടെന്നൊക്കെയാണല്ലോ അവിടെ കൊടുത്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല കേട്ടോ. അൻവർ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ ഉള്ള തെളിവുകളൊക്കെ അന്വേഷണം നടത്തുന്നവർക്ക് കൊടുക്കുമെന്ന്. എനിക്കറിയില്ല അതിന്റെ നിജസ്ഥിതി എന്താണെന്ന്. പക്ഷേ ഈ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഒരു MLA ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കണം? പ്രതിപക്ഷമാണെങ്കിൽ ശരി, അത് ആരോപണം എന്ന് പറയാം. ഇതങ്ങനെ അല്ലല്ലോ ശ്രീ KS അരുൺകുമാർ. അതായത് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആഭ്യന്തര വകുപ്പിനെതിരെ ആരെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ അത് ഭരണപക്ഷത്ത് നിന്നാണെങ്കിലും അവർ അനഭിമതരായിരിക്കും, അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന കാര്യമല്ലേ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അൻവർ പടിക്ക് പുറത്താവുന്നതോടുകൂടി അൻവറെ ന്യായീകരിച്ച് പറയുന്നതല്ല. അല്ല, ഒരിക്കലുമല്ല. ഏത് വ്യക്തി ആരോപണം ഉന്നയിക്കുന്നു എന്ന കാര്യത്തിലല്ല, ആ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടോ എന്ന കാര്യത്തിലാണ്. ഇപ്പൊ 3 തവണ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി, ജലമെട്രോയ്ക്കെതിരെ പോയി, AI ക്യാമറയ്ക്കെതിരെ പോയി, K-ഫോണിനെതിരെ പോയി. ആരോപണം ഹൈക്കോടതി പരിശോധിച്ചതെല്ലാം തള്ളിക്കളഞ്ഞല്ലോ. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പോലെ ഭരണപക്ഷത്തെ ഒരു MLA മാറുമ്പോ ആ ഭരണപക്ഷത്തെ MLAയുടെ സ്വഭാവം ശരിക്കും പ്രതിപക്ഷത്തിന്റെ സ്വഭാവമായി മാറി എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. കുറച്ചുനാൾ മുമ്പാണ് VD സതീശനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ഇതേ MLA അല്ല, അഴിമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ MLA തന്നെ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചത്. അന്ന് നിങ്ങൾ ഓൺ ചെയ്തു. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആ DNA പരാമർശം നടത്തിയത് ഇതേ MLA ആണ്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അന്നും പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ഓൺ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായി. പെട്ടെന്ന് തന്നെ തിരിച്ചൊരു ആരോപണം വന്നപ്പോൾ, സ്വന്തമായിട്ടൊരു ആരോപണം നേരിടാൻ പറ്റാതെ വന്നപ്പോൾ അനഭിമതനായി. പിന്നെ മുദ്രാവാക്യം വിളി, റോഡിലിറങ്ങി ഇങ്ങോട്ട് കളി വേണ്ട എന്നുള്ള പറച്ചിൽ. ഇല്ല സതീശനെതിരെ എന്ത് തെളിവാണ് ഈ MLA കൊണ്ടുവന്നത്? എന്ത് തെളിവ് കൊണ്ടുവന്നു സതീശനെതിരെ എന്ത് തെളിവാണ് ഈ MLA കൊണ്ടുവന്നത്? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. രാഹുൽ ഗാന്ധിക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴും പാർട്ടി CPM പറഞ്ഞത്, CPM-ന് അങ്ങനെ അഭിപ്രായമില്ല, അതൊക്കെ പറഞ്ഞ ആള് അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഹാജരാക്കും, ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നയം വ്യക്തമാണ്. ഇത്തരത്തിൽ വലതുപക്ഷത്തിന്റെ നാവായി മാറുന്നു, ഒരു തരത്തിലും ഒരു തെളിവുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കണ്ടേ? ഇന്നിപ്പോ പല ചാനലുകളും അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഒപ്പം ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ ഹാജരാക്കുന്നത് പോലെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചാനലുകൾ ചോദിക്കുമ്പോഴും ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും വള്ളി നിക്കറിട്ട് അൻവർ പോകുമ്പോ നിയമസഭയിൽ ചോര ഒലിപ്പിക്കുന്ന ഷർട്ടുമായി വന്ന് അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി, നിങ്ങൾക്ക് എന്നെ തല്ലി ഒതുക്കാം, എന്റെ ശരീരം തല്ലി ഒടിക്കാം, പക്ഷെ ഞാൻ ഉയർത്തുന്ന ശബ്ദത്തെ, എന്റെ പ്രതിഷേധത്തെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അന്ന് 2ലോ 3ലോ പഠിക്കുകയാണ് PV അൻവർ. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ആ വസ്തുതയ്ക്ക് ഒരു പിൻബലം വേണ്ടേ? അങ്ങനെ എന്തു മാർക്കും പറയാമെന്നതാണോ? മാധ്യമങ്ങൾ കുറച്ചുനാൾ പൊക്കിക്കൊണ്ട് നടക്കും,
അതേ പൊക്കിയതുപോലെ മാധ്യമങ്ങൾ താഴെയിടും. അല്ല, അൻവറിനെ പൊക്കിക്കൊണ്ടിരുന്ന മാധ്യമങ്ങളല്ല, അൻവറിനെ CPM തന്നെയാണ് പൊക്കിക്കൊണ്ട് കാണുന്നത്. KS അരുൺകുമാർ, അൻവറിനെതിരെ ഏറ്റവും കൂടുതൽ വാർത്തകൾ, അൻവറിന്റെ അനധികൃതമായ കാര്യങ്ങളൊക്കെ വാർത്തയായിട്ട് കൊടുത്തത് ഞങ്ങളൊക്കെ തന്നെയാണ്. അന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. അന്ന് അൻവർ നിങ്ങളുടെ ഹീറോയായിരുന്നു. ഇപ്പോൾ എന്താണ്? അൻവർ നിങ്ങൾക്ക് പാർട്ടിക്ക് അനഭിമതനാണ്, അൻവറിനെതിരെ മുദ്രാവാക്യം വിളി, അൻവറിനോട് പറയുന്നു ഈ കളി ഇങ്ങോട്ട് വേണ്ട എന്ന്. അപ്പോൾ അൻവറിനെ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്, അല്ലാതെ അൻവറിനെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ല കേട്ടോ. അല്ല, ഇപ്പൊ മറുനാടൻ മലയാളിക്കെതിരെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ശ്രീ PV അൻവർ. ഇന്ന് മറുനാടൻ മലയാളി വാർത്ത ചെയ്തത് അൻവറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. മറുനാടൻ മലയാളിയുടെ വാചകങ്ങളാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് 50 തവണയിലധികമാണ്, ഒറ്റ മിനിറ്റ്, ഏഷ്യാനെറ്റ് 50 തവണയിലധികമാണ് ശ്രീ PV അൻവറിന്റെ ഫോട്ടോ വെച്ച് പ്രൈം ന്യൂസ് അവറിൽ ചർച്ച നടത്തിയത്. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിലെ ഗസ്റ്റ് ആയിരുന്നു ശ്രീ PV അൻവർ. പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അൻവർ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത് ഹീറോയായി ഉയർത്തിയത് കൊണ്ടാണോ അദ്ദേഹത്തെ ലൈവായിട്ട് വിളിക്കുന്നതും അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുന്നതും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കൊടുക്കുന്നതും? അങ്ങനെ പറയില്ല ശ്രീ KS അരുൺകുമാർ. അല്ല, നിങ്ങൾ എന്തു വാർത്തയും കൊടുത്തോ, മിസ്റ്റർ മഞ്ജുഷ്, എന്തു വാർത്തയും കൊടുത്തോ. പക്ഷെ നിങ്ങൾ ചോദിക്കണം, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? അഴിമതിക്കാരനാണ്. എന്താണ് അഴിമതി? എന്തെങ്കിലും സാമ്പത്തികമാണോ, ഭൂമിയാണോ, എന്ത് അഴിമതിയാണ് നടത്തിയത്? എന്താണ് അതിന്റെ വസ്തുത? ചോദിക്കണ്ടേ? ഇതിനെല്ലാം ഒറ്റ മറുപടിയാണ്. ഭരണപക്ഷത്ത് നിന്നുള്ള ഒരു MLA ആണ് ഈ ചോദിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ, വലതുപക്ഷത്തെ ആരാണ് അദ്ദേഹത്തെ കോടാലിക്കൈയായി ഉപയോഗിച്ചത്? നിങ്ങളുടെ കയ്യിൽ അതിന് കൃത്യമായ തെളിവുണ്ടോ? ആരാണ് അൻവറിനെ ഉപയോഗിക്കുന്നത് എന്ന്? അതോ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണോ എന്ന് ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം, RSSനാൽ 218 പ്രിയപ്പെട്ട സഖാക്കൾ കൊല്ലപ്പെട്ട പ്രസ്ഥാനമാണ് CPM. എന്നും RSSന്റെ മുഖ്യ ശത്രു CPM തന്നെയാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് അടക്കം റദ്ദാക്കാൻ CPM നിയമ പോരാട്ടം നടത്തിയപ്പോൾ ഏറ്റവും നിശ്ചിതമായി BJPയും RSSും എല്ലാം ഞങ്ങളെ വിമർശിച്ചതും ആരോപണങ്ങൾ ഉന്നയിച്ചതും ഈ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ നോക്കുന്നതും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. RSSും CPMും ഒറ്റക്കെട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിഹിത ബന്ധമുണ്ട് എന്ന് ഒരു MLA ഉന്നയിക്കുമ്പോൾ അത് വലതുപക്ഷം കുറച്ച് നാളായി, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണം അതേ രൂപത്തിൽ ആവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു MLA മാറുകയാണ്. വസ്തുത വേണ്ടേ? ഫാക്ട്സ് വേണ്ടേ? അതിന്റെ തെളിവ് വേണ്ടേ? അത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന MLAക്ക് ഇടതുപക്ഷമായിട്ടൊരു ബന്ധമില്ലെന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലെന്നും ഞങ്ങൾക്ക് ഇനി അദ്ദേഹത്തെ വേണ്ടെന്നും പാർട്ടിയുടെ വരുന്നതിന് മുമ്പ് ശ്രീ ഉല്ലാസ് ബാബു, തെളിവെവിടെയുള്ള കാര്യമാണ് KS അരുൺകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നത്. അൻവർ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്, വലിയൊരു പുകമറ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും തെളിവുകൾ അദ്ദേഹം ഇതുവരെ പൊതുസമൂഹത്തിന് നൽകിയിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ ഡിഫൻസ് ആയിട്ട് CPM എടുത്തിരിക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ. ഇത് ഡിഫൻസ് ഒന്നുമല്ലെന്ന് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തല്ലേ. അൻവർ നിക്കറിട്ട് നടക്കുമ്പോ ചോറ് ഒലിപ്പിച്ചിട്ട് മറ്റേ നിയമസഭയിൽ വന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ചരിത്രം ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇവിടെയും കിടന്ന് മൂളിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? DYFIയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാം. ഇന്നത്തെ കാലഘട്ടത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന പിണറായി വിജയൻ എന്താണെന്നുള്ളത് എനിക്കും അറിയാം, മഞ്ജുഷിനും അറിയാം, ഈ പറഞ്ഞ അരുൺകുമാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള അൻവർ എന്ന് പറയപ്പെടുന്നവൻ അനഭിമിതനാണ് ഇവർക്കിപ്പോ, അല്ലെ? ഇപ്പൊ പറയുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അടക്കം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിലൊരു ധ്വനി ഉണ്ടായിരുന്നു, ഇതിന്റെ ഒക്കെ പുറകിൽ കള്ളക്കടത്തിന്റെ പുറകിലടക്കം അൻവർ ഉണ്ടെന്ന്. അങ്ങനെയുള്ള അൻവറിനെയാണോ 8 വർഷക്കാലം പാലും തേനും കൊണ്ട് കൊടുത്ത് ഒക്കത്തിട്ട് കൊണ്ട് ഉമ്മവെച്ച് കൊണ്ടുനടന്നിരുന്നു? അപ്പൊ നിങ്ങൾ എന്താ ഏർപ്പാട് എത്ര കാലം ചെയ്തിരുന്നത് ജനങ്ങളുടെ മുമ്പിൽ? ഇയാളെയാണോ നിങ്ങൾ സംരക്ഷിച്ചിരുന്നത്? ഇപ്പൊ അൻവർ പൊട്ടയാണെന്ന് പറയുന്നത് നിങ്ങൾ, അരുൺകുമാർ തന്നെയാണ് പറയുന്നത്. അരുൺകുമാർ ചരിത്രം പരിശോധിക്കാനാ പറഞ്ഞത് അൻവറിന്റെ. ഈ അൻവറിന്റെ ചരിത്രം പരിശോധിച്ചിട്ട് തന്നെയല്ലേ 2 തവണ ടിക്കറ്റ് ഇട്ട് കൂട്ടത്തെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ചത് ഞങ്ങൾ AKG സെന്ററിൽ വന്നിട്ട്, അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങള്, കേരളത്തിലെ കോടാനുകൂടി ജനങ്ങൾ വന്നിട്ട് PV അൻവറിനെ മത്സരിപ്പിക്കണം ശ്രീ പിണറായി വിജയൻ അന്നത്തെ കൊടിയേരിയോടും പറഞ്ഞോ? അല്ലല്ലോ. നിങ്ങളപ്പൊ ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ട് തന്നെയല്ലേ 2 തവണ ടിക്കറ്റ് കൊടുത്തത്? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കള്ളനാണെന്നും ചരിത്രം പഠിക്കണമെന്ന് പറയുമ്പോൾ, ആ ചരിത്രം കള്ളനായിരുന്ന വ്യക്തിയെ കേരളത്തിനകത്ത് MLA ആക്കി ജയിപ്പിച്ചിട്ട്
അദ്ദേഹത്തിന്റെ സകലവിധ പ്രവർത്തികളെയും സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തിയ സമയത്ത് അതിന്റെ ചരിത്രം പഠിക്കണം. പിണറായി വിജയനോട് കളി വേണ്ട. എന്റെ പൊന്നു അരുൺകുമാറെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. മുഖ്യമന്ത്രിക്കെതിരെ തെളിവും കിളിവൊന്നല്ലല്ലോ, കാര്യം വളരെ കൃത്യമായിട്ടല്ല അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അയാളുടെ പേരിലുള്ള നാടകത്തിന്റെ കാര്യമുള്ള ഞാൻ ചർച്ച ചെയ്യണം. അയാൾ ഇന്ന് പൊതുസമൂഹത്തിൽ വെച്ച വിഷയം എന്താ? ADGP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി തെളിവില്ലെങ്കിൽ ആഭ്യന്തര CBI എത്ര വർഷം അന്വേഷിച്ചു? എന്നിട്ട് എവിടെയാ തെളിവ്? ആ ED-യും CBI-യും കണ്ടെത്താത്ത തെളിവാണോ ഇനി അൻവർ? താങ്കൾ സംസാരിച്ചപ്പോ വലിയ ചർച്ചയുടെ മാന്യത പറയണല്ലേ? താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ച മിണ്ടാണ്ടിരിക്കാത്. പറയണ കേക്ക്. തെളിവില്ല എന്ന് പറഞ്ഞു കേട്ട് ഈ ഡിഫൻസും കൊണ്ട് നടക്കുന്ന സമയത്ത്, ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു പോലീസുകാരനെ വെച്ചിട്ട് അൻവറിനെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നേ ഒരു സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, പോലീസ് സംവിധാനങ്ങൾക്കെതിരെ, ആഭ്യന്തര സംവിധാനങ്ങൾക്കെതിരെ, കേരളത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാരിനെതിരെ സകലവിധ മോശത്തരങ്ങളും കള്ളന്മാരെന്നും കൊലപാതകളെന്നും ഫോൺ ചോർത്തൽക്കാരുമെന്നും പ്രഖ്യാപിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുക്കിയത് കൊണ്ടുവന്ന് കൊണ്ടിരുത്താനുള്ള നാട്ടലുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്? ആഭ്യന്തരമന്ത്രി അല്ലേ? നിങ്ങളുടെ സർക്കാരിന്, നിങ്ങളുടെ പോലീസിന് തെളിവില്ല എന്ന് പറയുമ്പോ നാട്ടിലുള്ള ഒരുത്തന്നെ ഈ മന്ത്രിമാര് അറിയുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോകണോ? അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളൊക്കെ തെറ്റാണെങ്കിൽ എന്തിന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ തെറ്റായ ധാരണ ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കി? മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തി, ADGP-ക്കെതിരെ ഗൂഢാലോചന നടത്തി, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ഗൂഢാലോചന നടത്തി, റിയാസിനെതിരെ ഗൂഢാലോചന നടത്തി, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. എന്താ നിങ്ങൾക്ക് എന്താ വകുപ്പുകളുടെ അറിയില്ല? ശരി, ശ്രീ കെ എസ് അരുൺകുമാർ, അതും പ്രതീക്ഷിക്കാമില്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ, അതും പ്രതീക്ഷിക്കാമില്ലേ? മന്ത്രിസഭയുണ്ടോ? അതും പ്രതീക്ഷിക്കാമില്ലേ അരുൺകുമാർ? അതും പ്രതീക്ഷിക്കാമല്ലോ അല്ലേ അൻവറിനെതിരെ? അല്ല മഞ്ജുഷ ഞാനോ ആയിരുന്നു ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിൽ ശരി, ഉല്ലാസം നിർത്തുക. അരുൺ മറുപടി. കൊല്ലമായി രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റ് ആണ്. ഒറ്റ മിനിറ്റ്. ഈ BJP-യുടെ പ്രതീതി തന്നെയല്ലേ ഈ തെളിവിന്റെ കാര്യം പറയുന്നത്? ഈ BJP ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള CBI, NIA, ED കേരളത്തിൽ വന്ന് നിരങ്ങിയില്ലോ സ്വർണ്ണക്കള്ളക്കടത്തും പറഞ്ഞ്? എവിടെയാ തെളിവ്? നിങ്ങൾ എന്തിയാ ഇടയ്ക്ക് വെച്ച് അന്വേഷണം നിർത്തി തിരിച്ചു പോയത്? എവിടെ പോയി നിങ്ങളുടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്? എവിടെ പോയി സ്വപ്ന സുരേഷിന്റെ മൊഴികൾ? ഇതൊക്കെ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയില്ലേ കേരളത്തിൽ നിന്ന്? അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത തെളിവ് ഈ അൻവറിന്റെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് നിരത്ത്, അതങ്ങ് പുറത്തുവിട്, എന്നും അടുത്ത പത്രസമ്മേളനം വിളിക്ക്. എന്തെങ്കിലും തെളിവിന്റെ കണിക പോലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തലയിൽ തൂങ്ങിയിട്ട് ഇടയ്ക്ക് രക്ഷപ്പെട്ടു പോകുമോ മിസ്റ്റർ? നിങ്ങളുടെ ഏജൻസി പരാജയപ്പെട്ടു പോയിടത്താണ് അൻവറാണ് യഥാർത്ഥ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി CBI, CBI, ED, കസ്റ്റംസ് ഒക്കെ തോറ്റ് തുന്നം പാടിയെടുത്ത് അൻവറിന്റെ കയ്യിൽ തെളിവുണ്ടെന്ന്. ആ തെളിവുണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് വിടാനേ. ഞങ്ങൾക്ക് പുല്ലിനെ പേടിക്കാൻ വെല്ലുവിളിച്ച് പറയുകയാണ്. എന്ത് തെളിവുണ്ടെങ്കിലും നിങ്ങൾ പുറത്തുവിട്. കഴിഞ്ഞ ദിവസമായിട്ട് ഓരോ ദിവസം പത്രസമ്മേളനമുണ്ടല്ലോ. മഞ്ജുഷ് ഒന്ന് ചോദിച്ചാൽ തെളിവ് എന്താന്ന് വെച്ചാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയേക്കാൾ വലിയ ആളാണോ അൻവർ? കൊണ്ടുവരട്ടെ തെളിവ്, നമുക്ക് നോക്കാം. ശരി, ഉല്ലാസ് പറഞ്ഞ കാര്യം, അരുണെ, ഉല്ലാസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നും മെറിറ്റില്ലെങ്കിൽ അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വരെയാണ്. അങ്ങനെ തെളിവില്ലെങ്കിൽ അൻവറിനെ ബുക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്, അൻവറിനെതിരെ കേസെടുക്കൂ എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ അരുണിനോട് ചോദിച്ചത്. അതും ഉണ്ടാകുമല്ലോ, വരുന്ന ഭാവിയിൽ അതും പ്രതീക്ഷിക്കാമല്ലോ എന്ന്. ഞാൻ രണ്ടുപേരിലേക്കും വരാം. ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ ഈ വലതുപക്ഷത്തിന്റെ നിലപാട് അൻവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണോ, അതോ വലതുപക്ഷത്തു നിന്ന് തന്നെ അൻവറിന്റെ പിന്നിൽ ആളുകൾ ഉണ്ടെന്നാണോ? പക്ഷെ ഞാൻ കേട്ടത് ഇതുവരെയുള്ള നമ്മൾ ചർച്ച ചെയ്തതൊക്കെ CPM-ൽ നിന്ന് തന്നെയാണ് അൻവറിന്റെ പിന്നിൽ ആളുകൾ ഉള്ളതെന്നാണ്. അത് നമുക്കിപ്പോഴങ്ങനെ പറയാൻ പറ്റത്തില്ല മഞ്ജുഷ്. കാരണം അൻവറിൻ്റെ പിന്നിൽ ഒരു വലതുപക്ഷം ഉണ്ടെങ്കിൽ ആ വലതുപക്ഷം എന്താണ് എന്നുള്ളത് പറയാനുള്ള, ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി, ഒരു അവകാശം കൂടി പറയുന്നവർക്കുണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു വലതുപക്ഷത്തിൻ്റെ പ്രസൻസ് മഞ്ജുഷ് കാണുന്നുണ്ടോ? പക്ഷേ അതിൽ ഞാനിപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞതിനെ രണ്ട് തരത്തിലും കണക്കാക്കാമല്ലോ. ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ വലതുപക്ഷം പറയുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്തെ ഒരാൾ ഏറ്റുപറഞ്ഞു, അത് ആ രീതിയിൽ പറയാം, അല്ലെങ്കിൽ വ്യക്തമായിട്ടോ ആളുകളുടെ സാന്നിധ്യം? അല്ല, ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നില്ല. ഞാൻ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. ഈ വളരെ തീ കത്തുന്ന, നമ്മളൊക്കെ ഇവിടെ ഞാനും ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, വളരെ തീ കത്തുന്ന ആരോപണങ്ങൾ, കട്ടിയുള്ള ആരോപണങ്ങൾ തന്നെയാണ് അൻവർ ഉപയോഗിച്ചത്. അത് കുറച്ച് ദിവസമായി തുടരൻ പരിപാടിയായിട്ട് നടക്കുന്നു. പത്രക്കാരായിട്ട് TV ചാനലെല്ലാം കൂടുന്നു, ആഘോഷമാക്കി. അൻവർ അതൊരു വലിയ ആഘോഷമാക്കി, മാധ്യമങ്ങൾ വലിയൊരു ആഘോഷമാക്കി, നമ്മൾ ചർച്ചയിൽ വരുന്നവർ ഒത്തിരി ആഘോഷമാക്കി. യാതൊരു സംശയമില്ല.
പക്ഷേ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ ഇത് കണ്ട് ഉടനെ അൻവറിനെ പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊന്നും ഏതാ ജനാധിപത്യത്തിൽ അദ്ദേഹം MLA ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അല്ലാതെ പോലീസിനെ വിട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞല്ലേ, ചിലപ്പോൾ ED വിടാമായിരിക്കും, പക്ഷേ കേരളത്തിലെ പോലീസിനെ ഒന്നും ഒരു ഗവൺമെൻറ്റും വിടത്തില്ല. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ്, കേരളത്തിൻ്റെ ജനാധിപത്യ സ്വഭാവമാണ്, കേരളത്തിൻ്റെ സംസ്കാരമാണ്. അത് പറ്റത്തില്ല, അത് നടക്കുന്ന കാര്യമല്ല, അത് നല്ല രാഷ്ട്രീയവുമല്ല. പറയാം, ആരോപണമൊക്കെ ഉന്നയിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാത്ത എന്താണെന്ന് പറയാം, പക്ഷെ നടക്കുകയില്ല. പിന്നീട് അൻവറിൻ്റെ പ്രശ്നം, അൻവറിൻ്റെ പിന്നീട് ഒരു പക്ഷേ അദ്ദേഹം പലരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. CPM-ൻ്റെ അകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്തുണ ഉണ്ടാവും എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്ക്, അതിനകത്ത് ഒരു ചെറിയ രാഷ്ട്രീയമുള്ളത്, ആ ചെറിയ രാഷ്ട്രീയമൊന്നുമല്ല, കേരളത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. പൂരം കലക്കാൻ ADGP നേതൃത്വം നൽകി എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടൊരു കമൻറ്റ്. അത് ഒരാരോപണമാണ്, അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന രാഷ്ട്രീയമുണ്ട്. പൂരം, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ട് തൃശ്ശൂർ സീറ്റ്, അതിൻ്റെ പേരിൽ തൃശ്ശൂർ സീറ്റ് സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്ന് പറയാം. അതിനകത്തൊരു തെളിവും വരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ എന്താണ് രാഷ്ട്രീയം? ADGPക്കെതിരെ മറ്റ് പലതും ഉപയോഗിച്ചു, സ്വർണ്ണക്കടത്ത്, മറ്റേത് മറിച്ചത്, കൊലപാതകം എന്നിത്യാദി കാര്യങ്ങൾ. പിന്നീട് കുറച്ചെങ്കിലും തെളിവുള്ളത് തിരുവനന്തപുരത്ത് വീട് പണിയുന്നതിനെക്കുറിച്ചാണ്. അത് പക്ഷേ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്രമക്കേടുണ്ടോ, കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു 35 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് ഫ്ലാറ്റ് 70 ലക്ഷം രൂപയ്ക്ക് മറ്റേ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അത് മേടിച്ചതും വിറ്റതുമെല്ലാം ബ്ലാക്ക് മണി കൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ADGPക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നെ അതിൽ കൂട്ടിച്ചേർക്കൽ എന്ന രീതിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന കാര്യം, ഇപ്പോൾ UDF കൊണ്ടുവന്ന കാര്യം ഈ ADGP RSS നേതാക്കളെ കണ്ട വിഷയമാണ്. ഇതെല്ലാം വന്നിട്ടും ഈ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന്, ഞാൻ ADGP റാങ്കിൽ നിന്നല്ല ഉദ്ദേശിച്ചത്, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലല്ലോ എന്നുള്ള ചോദ്യം അത് അൻവർ മാത്രമല്ല ഉന്നയിച്ചത്, അത് LDF-ലെ ഘടകകക്ഷികൾ പോലും ഉന്നയിച്ച കാര്യമാണ്. അതിൽ പോലും അൻവറിന് ഒരു ഉറപ്പ് അവിടെ കിട്ടിയില്ല. അത് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ ഇതല്ലാതെ അൻവറിൽ നിന്ന് എന്ത് ആണ് പ്രതീക്ഷിക്കാനുള്ളത്? അതോ അൻവർ പിന്നീട് ഇന്നലെ മണ്ടത്തരം ചെയ്തോ? മഞ്ജുഷേ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ADGPയെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ കസേരയിൽ നിന്ന് മാറ്റി വേറൊരു തിരുത്താമായിരുന്നു, എന്തെങ്കിലും സ്ഥാനം കൊടുത്ത് തന്നെ ഇരുത്താമായിരുന്നു, സംശയമൊന്നുമില്ല. അന്വേഷണം, പക്ഷേ അദ്ദേഹം DGPയുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചു, മുഖ്യമന്ത്രി, ഗവൺമെൻറ്, അത് അന്വേഷണം നടക്കുന്നു. ഈ പൂരം കലക്കിയത് സംബന്ധിച്ച ആരോപണങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട DGP തന്നെ അന്വേഷിക്കുന്നു. ഏപ്രിലിൽ അന്വേഷണം തുടങ്ങിയതാണ്, അധികം വൈകാതെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് പൂരം റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യം തന്നെ ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ എത്ര ലാഘവത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ഒരാഴ്ച മുമ്പ് എന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ഈ റിപ്പോർട്ട് കുറച്ചുകൂടി സമയം വേണം സബ്മിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കടലാസ് കിട്ടി. അപ്പോൾ ശരി, ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് 24 തോന്നുന്നു, അതിനു മുൻപ് സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർദ്ദേശം നൽകിയെന്ന് പിന്നെ അത് തിങ്കളാഴ്ച എന്തോ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് എത്ര ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്ത് ഇത്രയും വലിയൊരു വിഷയത്തെ. അത് ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ഓർത്തത് തന്നെ. പിന്നെ അങ്ങനെ ഒരു അന്വേഷണമേ ഇല്ല എന്ന രീതിയിൽ വിവരാവകാശ മറുപടി. 5 മാസം ADGP അജിത് കുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. അന്ന് തന്നെ പോലീസിൻ്റെ നേതൃത്വം, പോലീസാണ് കലക്കിയത് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അൻവർ ഉന്നയിക്കുന്നത് പൂരം കലക്കിയത് ADGPയുടെ നേതൃത്വത്തിലാണെന്നാണ്. ADGP തന്നെയാണ് അന്വേഷണം നടത്തിയത്, അതും അദ്ദേഹം താമസിച്ചു. പക്ഷേ അതിനകത്ത് ഒരു ഘടകം, DGP അത് വളരെ ശുപാർശയോടുകൂടി പുനരന്വേഷണം വേണം, ഇത് വിശ്വസനീയമല്ല, ആഭ്യന്തര സെക്രട്ടറിയും അതേ തന്നെ എഴുതിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുനരന്വേഷണം വരും എന്ന് തന്നെയാണ് ഇന്നത്തെ റിപ്പോർട്ട്. താങ്കൾ പറയുന്നത് അൻവറിന് കാത്തിരിക്കാമായിരുന്നു എന്നാണ്. അപ്പോൾ അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനത് പറയുന്നില്ല. അൻവറിന്റെ ലക്ഷ്യം എന്തെന്നുള്ളത് എനിക്കും സംശയമാണ്. ഒരു പക്ഷേ അൻവറിനതറിയാമോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കുന്നത്. എന്തായിരുന്നു അൻവറിൻ്റെ ലക്ഷ്യം, എന്താണ് അൻവറിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അൻവറിന് തീർച്ചയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കേരള രാഷ്ട്രീയം, മഞ്ജുഷ, ഞാൻ കാരണസഹിതം പറയാം, കേരള രാഷ്ട്രീയമൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഗ്യാലറിയിലിരുന്നാണെങ്കിലും നമുക്ക് രാഷ്ട്രീയം കുറേ പഠിച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയം നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ടല്ലോ, പ്രവർത്തിക്കുന്നില്ലെങ്കിലും.
കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം പറയണം മഞ്ജുഷ്. ഒരു രാഷ്ട്രീയ നേതാവ് MLA ആണ്, ചില്ലറ കാര്യമൊന്നുമല്ല. കേരള നിയമസഭയിൽ 2ാമത് MLA ആയിരിക്കുന്ന ആളാണ് PV അൻവർ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ എന്ത് വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഗംഭീരം പ്രസംഗങ്ങളല്ലേ. ഇതൊക്കെ നല്ല ഒരു ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടായിട്ടാണ്. പക്ഷേ അൻവർ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം പോലീസ് കലക്കി എന്നതിലെ രാഷ്ട്രീയമല്ലാതെ വേറെ എന്ത് രാഷ്ട്രീയമാണ് മഞ്ജുഷ അദ്ദേഹത്തിനുള്ളത്? ഒരു MLA അല്ലേ അദ്ദേഹം? MLA രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? രാഷ്ട്രീയ കാര്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് രാഷ്ട്രീയ രംഗത്തെ വീഴ്ചകൾ, ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമായിരുന്നു, അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ നാളെ ഈ പറഞ്ഞ ആരോപണങ്ങൾ മഞ്ജുഷേ, ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പാർട്ടിക്കാർക്ക് പഴയ പോലെയുള്ള ശ്രദ്ധ കിട്ടുന്നില്ല, പോലീസ് ഞങ്ങളെ അനുസരിക്കുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോയി. അത് പാർട്ടിക്ക് സുഖമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. കാരണം ഇത് സെൽഭരണമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇത്, സ്വജനപക്ഷപാതം ഇല്ല എന്നൊക്കെയുള്ള ഡിഫൻസ് തീർക്കുവാൻ സർക്കാരിനും പാർട്ടിക്കാർക്കും നേതാക്കൾക്കും മന്ത്രിമാർക്കും പോലും അവസരമുണ്ടാക്കി കൊടുക്കുന്നതായി പോയോ അൻവറിന്റെ ആരോപണം? പക്ഷേ ആരോപണത്തിൻ്റെ അതല്ല എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ കേരള രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ ദീർഘകാലം തിരുവനന്തപുരത്തിരിക്കുമ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ബീറ്റ് എന്ന് പറയുന്നത്. രാഷ്ട്രീയമാണല്ലോ. ദീർഘകാലം നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില വ്യക്തികളെക്കുറിച്ചൊക്കെ ചില ധാരണകളും അസസ്മെൻറ്റുകളുമുണ്ട്. എനിക്ക് തോന്നുന്നു അൻവർ, PV അൻവർ ADGPക്കെതിരെ തിരിഞ്ഞപ്പോൾ അത് ശശിയിലേക്ക് നീണ്ടത് പിറ്റേ ദിവസമാണ്. ശശിയിലേക്ക്, P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് നീണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു ഈ ലക്ഷ്യം ഞാൻ തന്നെയാണ് എന്ന്. എൻ്റെ ഒരു അസസ്മെൻറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായിട്ട് അൻവറിനെതിരെ തിരിയാൻ കാരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന പത്രസമ്മേളനം. അതായത് അതുവരെ അൻവറിന്റെ പിന്നിൽ നിൽക്കണോ, അൻവറിന് സപ്പോർട്ട് കൊടുക്കണോ എന്ന് ആഗ്രഹിച്ചവർ പോലും, ഇല്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നവർ പോലും മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനത്തോടുകൂടി പകച്ചുപോയി. പിന്നെ അങ്ങനെ ഒരു സപ്പോർട്ട് ആരിൽ നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ P ജയരാജൻ പോലും, P ജയരാജനൊക്കെ ഉണ്ടല്ലോ കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ P ജയരാജൻ പോലും തുറന്നു പറയുകയാണ് ഇതെന്ത് രാഷ്ട്രീയം. അപ്പോൾ താങ്കൾ സംശയിക്കുന്നത് പിന്നിൽ ആളുണ്ട് എന്നുള്ളത് തന്നെയാണ്? ഞാൻ പറയുകയില്ല, ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരിയാണ്. ഇപ്പോഴും അത് സംശയമുണ്ട്. നമ്മളെല്ലാവരും അന്വേഷണം നടത്തുന്നു. ഉല്ലാസ് ബാബു, ജേക്കബ് ജോർജിന്റെ ഈ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം പറയുന്നു പിന്നിൽ ആളുണ്ട്, പക്ഷെ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ്. ഉണ്ടായിരിക്കാമെന്നാണ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കണ്ണടച്ച് പറയാൻ സാധിക്കില്ലല്ലോ. അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ പുറകിലുള്ള പൊളിറ്റിക്സ് ഒക്കെ. അദ്ദേഹം എത്ര കാലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് അങ്ങനെ ഒരു സുപ്രഭാതത്തിലൊന്നും ആരും കൊണ്ട് പിടിച്ചു നേടാൻ പറ്റില്ല. അദ്ദേഹം ഒരു MLA ആണ്. സർ, മുഖ്യമന്ത്രിക്കെതിരെയും ADGPക്കെതിരെയും കൊലപാതക കേസാണ് ADGPക്കെതിരെ പറഞ്ഞത്, സ്വർണം പൊട്ടിക്കൽ കേസാണ് ADGP പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന സ്ഥിതിയിൽ DGPയെ വിളിച്ച് ഒരു MLAയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള വ്യാപകമായ സമൂഹത്തിന് മുമ്പിൽ ചർച്ച നടക്കുന്നു. ആ കാര്യം ഒന്ന് കൃത്യമായി അന്വേഷിക്കാൻ ഞാനാണെങ്കിൽ പറയും, നിങ്ങളാണെങ്കിൽ പറയും, ഈ പൊതുസമൂഹത്തിൽ ആര് മുഖ്യമന്ത്രി കസാറിൽ ഇരുന്നാലും പറയും, ഒന്ന് വിളിച്ചു വരുത്തി എന്താ വിഷയം എന്ന് കൃത്യമായി മൊഴി രേഖപ്പെടുത്തി അതിലൊന്നൊരു കുഴപ്പമില്ലെന്നേ, അത് കൃത്യമായി ചെയ്യേണ്ടതാണ്. ഇല്ലല്ലോ, അത് ഒളിച്ചോട്ടമാണ്. 2ാമത്തെ കാര്യം, ഈ അരുൺകുമാർ നേരത്തെ പറഞ്ഞല്ലോ തെളിവുകൾ. അൻവറിന്റെ കയ്യിൽ തെളിവില്ല. ഞാനതൊരു വാദത്തിന് എടുക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് 1 മണിക്ക് ജാഥ നടത്തി, മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെ അൻവർ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ തെളിവില്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി തള്ളിക്കളയണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ കാര്യം തന്നെയാണല്ലോ സുനിൽകുമാർ പറഞ്ഞത്. ഇപ്പോഴും സുനിൽകുമാർ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെയുണ്ട്. അപ്പൊ ഈ അൻവറിനെ തള്ളിക്കളയുന്ന പോലെ സുനിൽകുമാറിനും തള്ളിക്കളയാൻ അനിൽകുമാർ തയ്യാറാകുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ സെലക്റ്റീവായിട്ട് കാര്യങ്ങൾക്കനുസരിച്ച് ഇപ്പൊ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി സൂത്രപ്പണി ചെയ്യുന്ന പ്രവൃത്തി നിർത്തണം. മഞ്ജുഷേ, പൊതുസമൂഹത്തിൽ അൻവർ ശുദ്ധനോ അല്ലെങ്കിൽ അൻവർ രാഷ്ട്രീയ തെളിവുള്ളവനാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങളും പറയുന്നില്ല. അൻവർ മുന്നോട്ട് വെച്ച വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരാണ് നമ്പർ 1.
നമ്പർ 2 മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി CPM-ന്റെ നേതാവിനെതിരാണ്. നമ്പർ 3 ആഭ്യന്തര വകുപ്പിലെ കൃത്യമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGPക്ക് നേരെയാണ്. നമ്പർ 4 ഒരുപാട് പോലീസ് സംവിധാനങ്ങൾക്ക് നേരെയാണ്. അതേപോലെ തന്നെ സ്വർണം പൊട്ടിക്കലും കൊലപാതകവും അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഭരണ സംവിധാനത്തിന്റെ ഒരു MLA എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളുടെ മൈക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എത്ര ആഴ്ചയായി അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അത് തുടരുമ്പോൾ LDF-ൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടിയാണോ? LDF-ൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടിയല്ല. ഇതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, സർക്കാരിനെ ലീഡ് ചെയ്യുന്ന മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് അക്കമിട്ട് മറുപടി പറയണം. അത് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ്. കേൾക്കാൻ പൊതുസമൂഹം തയ്യാറാണ്. ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞത് ഇന്ന് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായില്ല. അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിശദീകരിക്കാം, മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. അല്ല, വിശദീകരിക്കാമെന്ന് ഉറപ്പ് പറയുമ്പോൾ എത്ര കാലമായി അൻവർ ഈ കൊലപാതക വിഷയം പറയുന്നു? എത്ര കാലമായി അൻവർ ഈ സ്വർണ്ണപ്പൊട്ടിക്കൽ പറയുന്നു? എത്ര കാലമായി 100% ഇവരുടെ പരാജയത്തെക്കുറിച്ചും ശശിയുടെ ഇടപെടലുകളെ കുറിച്ചും ഒക്കെ കൃത്യമായി പറയുന്നു? അത് ചെറിയ വിഷയമാണോ? അല്ല, അത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞല്ലോ. അത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി 2 മണിക്കൂർ സമയം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ 1 മണിക്കൂർ സമയം അൻവറിന്റെ ആരോപണങ്ങളാണ് പറഞ്ഞത്. ഉല്ലാസ്, അൻവറിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ടും അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഈ സ്വർണം പൊട്ടിക്കലിലും സ്വർണ്ണക്കടത്തിലും കൊലപാതകത്തിലും ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സർക്കാരും അൻവറിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമല്ലോ അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളിലും എന്റെ പൊന്നും മഞ്ജുഷ, അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഈ MLA എന്ന് പറയപ്പെടുന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഇരുന്ന ആളുകൾ ഉന്നയിച്ച ഓരോ വിഷയങ്ങളും അറിയാന്ന്. ആ വിഷയങ്ങളിൽ ഇവർ കൃത്യമായി മൗനത്തിൽ ഇരുന്നതും അറിയാന്ന്. ഗോവിന്ദമാഷ് അടക്കമുള്ള ആളുകൾ, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, റിയാസ് അടക്കമുള്ള ആളുകൾ, ശശി അടക്കമുള്ള ആളുകൾ, ADGP അടക്കമുള്ള പോലീസ് സംവിധാനങ്ങൾ മൗനത്തിൽ ഇരുന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കിയ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ യാഥാർത്ഥ്യവും നമുക്കറിയാം. എന്തുകൊണ്ട് അവർ ചെയ്യാത്തതെന്നും ആരൊക്കെ പുറകിലുണ്ടെന്നും നമുക്കറിയാം. എന്നിട്ടും അതിനെതിരെ ഇവർ തെളിവ് എന്ന് പറയപ്പെടുന്ന ഒരു ജാടയുമായി ഇവർ മുന്നിൽ കൊണ്ടുപോയാൽ ഇടതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ അധപതനത്തിന്റെ തുടക്കമാണ്. ഈ സംവിധാനം 8 വർഷക്കാലമായിട്ട് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു സീരീസ് ഓഫ് സൂത്രപ്പണികളുണ്ട്. ഇതൊക്കെ BJP വളരെ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു. അന്നൊക്കെ പ്രതിപക്ഷ ആരോപണമായി. ഇന്ന് അവനവന്റെ കൂടെ കിടക്കുന്നവനാണ് രാപ്പനി കൂടുതൽ അറിയാന്ന് പറയല്ലോ. ആ രാപ്പനി അറിയുന്നവൻ കൃത്യമായ പണി നടത്തി കൊടുക്കുമ്പോൾ ഇവർക്ക് അത് അനഭിമതമാകുന്നു. ഇവർ അത് കോൺഗ്രസ് സംസ്കാരമാക്കുന്നു. ഇവർ ചരിത്രം നോക്കുന്നു. ഈ ചരിത്രം നോക്കിയവർ കള്ളനെന്ന് വിളിക്കുന്നവർ ഇത്ര 8 വർഷമായി പാലും തേനും കൊടുത്ത് വളർത്തിയത് എന്ന യാഥാർത്ഥ്യവും പൊതുസമൂഹത്തിനിടാൻ മുമ്പിലിടാൻ മഞ്ജുഷ് തയ്യാറാണ്. ശരി, ശ്രീ അരുൺകുമാർ മറുപടി ഇതാണല്ലോ ഏറ്റവും പ്രധാനമായ കാര്യവും. അൻവറിനെ കൂടെ കൂട്ടിയ ചരിത്രമൊക്കെ നിങ്ങൾ പറഞ്ഞു, അരുൺ പറഞ്ഞു. ആ സമയത്തും അൻവർ മോശക്കാരനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഇരുന്നിട്ടും ഞങ്ങൾ കൂടെ കൂട്ടി. ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ അനുഭവജ്ഞാനമില്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ കൂട്ടി, ആ രീതിയിലൊക്കെ താങ്കൾ പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളെ ചുമന്നുകൊണ്ട് നടന്നിട്ട് അയാളുടെ ചെയ്തികളെല്ലാം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ അയാൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ സമയത്ത് അയാൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനല്ലാതായി മാറുന്നു. പക്ഷേ അയാൾ പൊതുസമൂഹത്തിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അതതിന്റെ മെറിറ്റിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ശ്രീ അരുൺകുമാർ, അവിടെ തെളിവ് എവിടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ സുനിൽകുമാറിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഉല്ലാസ് ബാബു. അപ്പോൾ സുനിലിനോട് നിങ്ങൾ തെളിവ് ചോദിക്കുമോ എന്ന്? അല്ല, അൻവറിനെ തള്ളുമ്പോൾ സുനിലിനും തള്ളണ്ടേ? ശരി അരുൺ, ഇവിടെ അൻവർ മര്യാദക്കാരനല്ലായിരുന്നു മറ്റു തരത്തിലൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് ഫാമിലി ആയിരുന്നു എന്നും കോൺഗ്രസിന്റെ നേതാവായിരുന്നു എന്നും അതിനുശേഷം ഡിക്കിൽ പോയി എന്നും അതിനുശേഷം ഒരു 8-9 വർഷം മുമ്പ് ഇടതുപക്ഷത്തോട് യോജിക്കാൻ തീരുമാനിച്ചൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഏതെങ്കിലും മര്യാദക്കാരനല്ലായിരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ താങ്കളുടെ സംഭാവനയാണ്. പുട്ടിന് പീരിടുന്ന പോലെ താങ്കളും BJPയുടെ പ്രതിനിധിയും പറയുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലതുപക്ഷം ഉയർത്തുന്ന ചില ആരോപണങ്ങൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാധ്യമങ്ങൾ പല ഘട്ടത്തിലും ഉന്നയിക്കുന്ന ചില വ്യാജ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്ന ഒരാളായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ജയിച്ച ആയിരക്കണക്കിന് സഖാക്കൾ ചോര നീരാക്കി കഷ്ടപ്പെട്ട് വിജയിപ്പിച്ച് ഇപ്പൊ കാണുന്ന അൻവറിനെ MLA അൻവറാക്കി മാറ്റിയ ഈ പാർട്ടിയെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ അടുത്ത കാലത്തുണ്ടായി. അവ
പാർട്ടിയുടെ യോജിക്കാൻ കഴിയാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതയാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ അരുൺ, അത് പാർട്ടിയിലുള്ളവർക്ക് തന്നെ പുറത്തു പറയാൻ മടിയുള്ള കാര്യങ്ങൾ അൻവറിലൂടെ പറഞ്ഞു ഒരു സ്വയം വിമർശനം ഏറ്റുവാങ്ങാൻ എന്തുകൊണ്ട് പാർട്ടി തയ്യാറാവുന്നില്ല? അത് തയ്യാറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെയാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തായാലും അതിന് തയ്യാറാവുകയില്ല. പക്ഷെ പാർട്ടിക്കാർക്കുള്ള ഒരു വികാരം തന്നെയല്ലേ അൻവറിലൂടെ വന്നത്? മിസ്റ്റർ മഞ്ജുഷ്, ഈ പാർട്ടിയിൽ ഉള്ളവർക്ക് പറയാൻ കഴിയാത്ത വികാരം എന്നെല്ലാം ആലങ്കാരികമായിട്ട് നിങ്ങൾ പറയുന്നത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ലാത്തോണ്ടാ. ഈ പാർട്ടിയുടെ സമ്മേളനം നടക്കുക ഇപ്പോ. മുഴുവൻ പാർട്ടി അംഗങ്ങൾക്കും അഭിപ്രായം പറയാനും ചർച്ചയിൽ എത്ര സമയം വേണമെങ്കിലും പങ്കെടുക്കാൻ പാകത്തിന് സമ്മേളനത്തിന്റെ ക്രമമുള്ള ഏതെങ്കിലും പാർട്ടി ഈ ലോകത്തുണ്ടോ? 5.25 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് ഈ കേരളത്തിൽ CPM-ന്. ഈ സെപ്റ്റംബർ മാസം നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഴുവൻ പാർട്ടി അംഗങ്ങൾക്കും പങ്കെടുത്ത് സമയ ലിമിറ്റ് ഇല്ല, എത്ര മിനിറ്റ് വേണമെങ്കിലും ചർച്ച ചെയ്യാം. അഭിപ്രായം പറയാം. പക്ഷെ അവിടെ ഒന്നും ഒരു തിരുത്തലിനും തയ്യാറാവുകയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒട്ടേറെ മാറ്റങ്ങൾ പാർട്ടി നേതാക്കൾ അല്ല, എന്നിട്ട് എന്ത് തിരുത്തലാണ് ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ അൻവറിനെ പോലെയുള്ളവർക്ക് ഇപ്പോൾ ഈ മൈക്കിന് മുന്നിൽ ഇരിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിപ്പോയി. ആകെ 17 മണ്ഡലങ്ങളിലാണ് ഞങ്ങൾ ജയിച്ചത്, മുന്നിലേറിയത്. അന്ന് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ, തിരുത്തലുണ്ടോ, ഈ പാർട്ടി തീർന്നല്ലോ, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? 2 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 99 സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു. 129 സീറ്റിൽ പുറകിൽ പോയിട്ടാണ്. മാസങ്ങൾക്ക് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ 6 കോർപ്പറേഷനിൽ 5-ഉം 14 ജില്ലാ പഞ്ചായത്തിൽ 12-ഉം 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി എല്ലാം ഞങ്ങൾ ജയിച്ചില്ലേ? പഞ്ചായത്തിന്റെ വിവിധ തലങ്ങൾ ഞങ്ങൾക്ക് തിരുത്താനറിയാം, ഇടപെടാനറിയാം. ഇത്തരത്തിലുള്ള സംഘർഷ സാഹചര്യത്തെ വളരെ ചങ്കൂറ്റത്തോടെ നേരിടാൻ കഴിയാം. ഈ പാർട്ടി അങ്ങനെയാണ് മിസ്റ്റർ. ഈ അൻവർ 2024 വീണ്ടും പോയില്ലേ അരുൺ? നമുക്കറിയാം 2024 വീണ്ടും തകർന്നില്ലേ? ആയിക്കോട്ടെ, ഞങ്ങൾ റബ്ബർ പന്ത്, അതെ, ഭിത്തിയിലേക്ക് എറിയുന്ന റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ശിരസാവഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. എന്തെങ്കിലും കുറവുണ്ടോ ഞങ്ങളത് പരിഹരിക്കും, ജനങ്ങളോട് തുറന്നു പറയും. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് റിവ്യൂ റിപ്പോർട്ട് പുറത്തു വന്നില്ലേ? എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി? ചർച്ച ചെയ്തില്ലേ? അത് ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിലും വലിയ നിരവധി നേതാക്കന്മാർ ഇടയ്ക്ക് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം തരണം ചെയ്തല്ലേ ഈ പാർട്ടി അധികാരത്തിൽ വന്നേ? ഒറ്റ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്ര നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ. 100 വർഷത്തേക്ക്, ഇന്ന് ഗോവിന്ദമാഷ് സൂചിപ്പിച്ചില്ലേ, CPM അധികാരത്തിൽ വരില്ലെന്ന് പറഞ്ഞില്ലേ AK ആന്റണി? എന്നിട്ട് എന്തിയാ ഇപ്പൊ ഭരണ തുടർച്ച ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ശ്രീ PV അൻവറിന് 3-4 ദിവസം പത്രക്കാർ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും, അതിനുശേഷം താഴെ ഇടും. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴമ്പില്ലെന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസിനും BJPക്കും ഒക്കെ അത് വഴിയെ മനസ്സിലാവും. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു, ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. തോളത്ത് കൈയിട്ട് നടന്നോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് ഉന്നയിക്കുന്നു എന്നല്ല, എന്ത് വിഷയം അതിന് മെറിറ്റ് ഉണ്ടോ എന്നതാണ്. അന്വേഷണ കമ്മീഷൻ വന്നാൽ ഈ അൻവർ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും, ഒറ്റണ്ട്, അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ജേക്കബ് ജോർജ് പിണറായിസത്തെ വെല്ലുവിളിച്ചാൽ അങ്ങനെയാണ്, പിണറായിസത്തെ വെല്ലുവിളിച്ചാൽ നിലനിൽപ്പുണ്ടാവുകയില്ല. ആ ഒരു സന്ദേശം കൂടി വരികയല്ലേ സ്വാഭാവികമായിട്ടും? അല്ല മഞ്ജുഷേ, പിണറായിസം എന്ന് പറയുന്നത്, പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, CPM-ൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചില പ്രവണതകളെക്കുറിച്ച് മാധ്യമങ്ങളും സമൂഹവും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, അതൊക്കെ കാര്യം വേറെ. പക്ഷേ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. CPM-ൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 99 MLA-മാരുടെ നേതാവായിട്ട് മുഖ്യമന്ത്രിയായ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ഒരു MLA വിമർശിക്കുന്നത്, അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത്, അത് രാഷ്ട്രീയമായിട്ട് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം മഞ്ജുഷ്. ഏതെങ്കിലും പാർട്ടി പറ്റുമോ? ഏതെങ്കിലും പാർട്ടിയിൽ ജനാധിപത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കുമോ? അത് നടക്കുകയില്ല മഞ്ജുഷ്. തന്നെയല്ല, രണ്ടാമത്
ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പക്ഷെ പറഞ്ഞ ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ വിമർശിക്കുകയല്ല സർ അല്ല ചെയ്തത്. അങ്ങനെയല്ല പക്ഷേ ചെയ്തത്. പടിപ്പടിയായി അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ ആ സമയത്ത് അത് ആരിലേക്കാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തുവാൻ തയ്യാറായത്. ഞാൻ പറയും, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് പിണറായി വിജയനാണ്. ആ മുഖ്യമന്ത്രിയെ ദേഹത്ത് തൊട്ടാൽ, രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ എതിർത്താൽ സ്വാഭാവികമായിട്ടും പാർട്ടി ചെറുക്കും. പക്ഷേ പാർട്ടിയുടെ ചെറുത്തുനിൽപ്പ് ശാസ്ത്രീയമാവണം. ഒരു വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ല വേണ്ടത്. വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഗവൺമെൻറ് അന്വേഷിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അത് പ്രസക്തമായ ആരോപണങ്ങൾ തന്നെയാണ്. ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഏറ്റവും വലിയ ബൈ പ്രോഡക്റ്റ് എന്ന രീതിയിൽ വന്നത് RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയാണ്. അത് ആരംഗീകരിച്ചാലും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പാർട്ടി അവിടെ ഏറ്റവും വലിയ ഡിഫൻസീവിലായി മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി CPM നേരിടുന്ന ഒരു സമയമാണ് സാർ ഇത്. അല്ലല്ലോ, മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പണ്ടേ ADGP ഒക്കെ സമാധാന പാലന എനിക്കതിൽ സാറിനോട് അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അറിയാതിരിക്കില്ലല്ലോ ADGP MR അജിത് കുമാർ 2023 മെയ്യിൽ ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്നുള്ള കാര്യം. ഇനി മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെന്ന് വിചാരിക്കുക. തൊട്ട് പിറ്റേ ദിവസം ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ അറിഞ്ഞു കാണുമല്ലോ. എന്നിട്ട് ഈ 16 മാസം എന്തുകൊണ്ട് അക്കാര്യത്തിൽ മൗനം? അല്ല, അത് മൗനം പാലിക്കരുതായിരുന്നു. അത് അന്വേഷിക്കണമായിരുന്നു. അത് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കണമായിരുന്നു. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്ന വീഴ്ച തന്നെയാണ്. പക്ഷെ അങ്ങനെ അത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരെയും ദൂതനായി വിട്ടിട്ടില്ല, അതെല്ലാം കോൺഗ്രസ്സുകാരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുവാൻ ഒരു മുഖ്യമന്ത്രി കഴിയുകയില്ല. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം. പാർട്ടിയുടെ രാഷ്ട്രീയ നയമാണ് അദ്ദേഹം പറയേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ടത്. അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ CPM കടന്നു പോകുന്നു എന്ന് പറയുന്നത് CPM-ന് മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നു എന്നതാണ്. അല്ല മഞ്ജുഷേ, ഈ കാര്യം കേരള സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ, CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിച്ചും പാത്തും പതുങ്ങിയും കാറോട് ഒരു ഹോട്ടലിൽ കൊണ്ടിട്ടിട്ട് വേറെ ഒരു കാറിൽ ഒളിച്ചു പോയി RSS നേതാവിനെ കണ്ട് സംസാരിക്കുന്നത് ശരിയല്ല. അതിനകത്ത് രാഷ്ട്രീയമായി വലിയ തെറ്റുണ്ട്, വലിയ പിശകുണ്ട്. അത് ഗവൺമെൻറ് നേരത്തെ കാണേണ്ടതായിരുന്നു. സംശയമില്ല അക്കാര്യത്തിൽ. ഇന്നും ആ ഒരു വലിയ തെറ്റായിട്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മറുപടി ഉണ്ട്. ആദ്യം അരുൺ ആദ്യം മറുപടി. താങ്കൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ ഈ കാര്യത്തിൽ? ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടില്ലെന്നും അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. മുഖ്യമന്ത്രി എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ള കാര്യം ഇതുവരെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നുള്ളതാണോ? അത് DGP അന്വേഷിച്ചാൽ ഈ സർക്കാരിന്റെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് കണ്ടത് എന്ന് എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും ശ്രീ അരുൺകുമാർ? ഇത് പിറ്റേ ദിവസം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം. അല്ല, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന ചരിത്രമല്ല, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ചരിത്രമല്ല ഇടതുപക്ഷത്തിൻ്റെത്. ചരിത്രം വഴിമാറുന്നു എന്ന് പറയാമല്ലോ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറി സർവീസിൽ നിന്ന് തന്നെ പോയി. അതുകൊണ്ട് അല്ല, ഇതിൽ അല്ല ഇല്ലില്ല, ഇതൊക്കെ നിങ്ങളുടെ വ്യാമോഹങ്ങളാണ്. ചട്ടവും നിയമപ്രകാരം അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഇപ്പോ പത്തനംതിട്ട SP-ക്കെതിരെ പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്തല്ലോ. അത്ര ഗുരുതരമായിട്ടുള്ള തെളിവാണ് വന്നത്. തെളിവ് വരാതെ, റിപ്പോർട്ട് വരാതെ, ഗവൺമെന്റ് സംവിധാനമാണ്, വ്യക്തിയല്ലല്ലോ. ഗവൺമെന്റ് സംവിധാനത്തിന് നിയമപരമായിട്ട് അരുൺകുമാർ അല്ലല്ല, ഇതിനകത്തൊരു നിയമതടസ്സവുമില്ല. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഒരു കോടതിയും ചോദ്യം ചെയ്യാൻ പോകുന്നില്ലെന്ന് അഡ്വക്കേറ്റായ താങ്കൾക്ക് അറിയാമല്ലോ ശ്രീ KS അരുൺകുമാർ. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയല്ല, ADGP പദവി എടുത്തു കളയുകയല്ല. അദ്ദേഹത്തെ സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പിന്നെ നിങ്ങൾ ഏറ്റവും അധികം എതിർക്കുന്ന കോൺഗ്രസിനെ അല്ല നിങ്ങൾ ഏറ്റവും അധികം എതിർക്കുന്നത്, അത് ഫാസിസ്റ്റ് എന്ന് നിങ്ങൾ മുദ്ര കുത്തിയിട്ടുള്ള RSS-നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ പാർട്ടിയുടെ നയമാണ്. പാർട്ടിയുടെ നയം എന്ന് പറയുമ്പോൾ LDF നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന്റെ നയം കൂടിയാണ്. ആ നയത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാകുമ്പോൾ
അതിൽ ഈ വ്യക്തിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് CPM നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അതിന് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഇത് അൻവർ നേരിട്ട് ഉന്നയിച്ച കാര്യം അല്ലെങ്കിൽ പോലും അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. ശരി, ശ്രീ ഉല്ലാസ് ബാബു. അരുൺ, ഇതിലെ കൃത്യമായി നടപടി എടുക്കേണ്ട സമയത്ത് ഉചിതമായ നടപടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. അതിന്റെ അന്വേഷണവും റിപ്പോർട്ടും നിയമവും ചട്ടമൊക്കെ നോക്കിയിട്ടാ. നിങ്ങൾ ബേജാറാവണ്ട, വിഷമിക്കണ്ട. എനിക്ക് ബേജാറില്ല. രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നതിൽ എനിക്കെന്ത് ബേജാറാണുള്ളത്? ശ്രീ ഉല്ലാസ് ബാബു, ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് ഇല്ല. ഈ പ്രതിസന്ധി ഇതൊക്കെ വാർത്തകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. ഇതൊക്കെ തരണം ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വരട്ടെ. ഏറ്റവും മാതൃകാപരമായിട്ട് നടപടി സ്വീകരിക്കും. ഉല്ലാസ് എന്താണ്? അപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞ അതേ വാക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. നേരത്തെ ചോദിച്ചില്ല, ED വന്നിട്ട് CBI വന്നിട്ട് എന്തുണ്ടായിരുന്നു? ബേജാറാവണ്ട കേട്ടോ. കൃത്യമായ സമയത്ത് ഉചിതമായ രീതിയിലുള്ള തീരുമാനം അവിടെ നിന്ന് വന്നോളും. രണ്ടാമത്തെ കാര്യം, അങ്ങ് ആ സുനിൽകുമാറിനെ ഒന്ന് തെളിവ് ചോദിച്ചുകൊണ്ട് ഈ ചർച്ച മൊത്തം ഇരുന്നില്ലേ? ആ സുനിൽകുമാറിനെ ഒന്ന് വിളിച്ചു പറയണം കേട്ടോ. തെളിവില്ലാത്ത കാര്യം കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം ഈ മൈക്കിന് മുമ്പിൽ വെറുതെ കരയതെന്ന് സാറ് പറഞ്ഞൊരു കാര്യത്തിലെ അതിൽ അജിത് കുമാർ വ്യക്തിപരമായിട്ട് പോയൊരു യാത്രയിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞു. സാർ ഒരു സെക്കൻഡ് ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണുള്ളത് സാർ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കണം. ഞാൻ വളരെ ജൂനിയർ ആണല്ലോ സാറിനെ സംബന്ധിച്ചിടത്തോളം. സാർ എന്ത് രാഷ്ട്രീയമാണ് സാർ അതിൽ കാണുന്നത്? ഒന്ന് പറഞ്ഞുതരാമോ പ്ലീസ്? അങ്ങ് തന്നെ പറയുന്നു പിണറായി വിജയനാണ് ഏറ്റവും വലിയൊരാള്. അങ്ങ് തന്നെ പറയുന്നു പിണറായി വിജയൻ സൂത്രകാരനുമാണെന്ന്. രണ്ടും അങ്ങ് ഒരേ വണ്ടിയിൽ ഇരുന്ന് പറയുന്നു. അല്ലേ ബഹുമാനപ്പെട്ട ഉല്ലാസ് കുമാർ, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു ADGPക്ക് RSS നേതാവിനെ കാണണമെങ്കിൽ ഒരു ഔദ്യോഗിക കാർ കൊണ്ട് ഹോട്ടലിൽ ഇട്ടിട്ട് ഒളിച്ചും പാത്തും പതുങ്ങി പോണോ? തലയും മുണ്ടിട്ട്? അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ആ ADGPക്ക് അന്നേ അറിയാമായിരുന്നു. രണ്ടാമത്, കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, കേരളത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഒരു RSSന്റെ നേതാവിനെ കാണാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോകുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല. അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ്. ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു, ഞാൻ അതേ പറയുന്നുള്ളൂ. എനിക്കത് മാത്രമേ ഉള്ളൂ. ഒരു വരിയും കൂടെയുണ്ട്. നമ്മുടെ PV അൻവർ, നമ്മുടെ കഥാപാത്രം PV അൻവർ ആണല്ലോ. അൻവറിൻ്റെ ഈ സംസാരങ്ങളിൽ, ആരോപണങ്ങൾ, ഈ തുടരൻ പത്രസമ്മേളനങ്ങളിൽ പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ല. ആ പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ലാത്തിടത്തോളം കാലം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ഉള്ള അദ്ദേഹത്തിന്റെ ഫൈറ്റ് ഇന്നലെ തീർന്നു, അല്ലെങ്കിൽ ഇന്ന് തീർന്നു, അല്ലെങ്കിൽ നാളെയോ കുറെ മണിക്കൂറുകൾക്ക് മാത്രമേ അതിന് ആയുസുള്ളൂ. അതൊരു വലിയ വെല്ലുവിളിയായിട്ട് കേരളത്തിൽ MVR-ഉം KR ഗൗരിയുമൊക്കെ നമ്മൾ കണ്ടതാണ് കേരള രാഷ്ട്രീയത്തിൽ. ഈ അവിടുമായിട്ട് നോക്കുമ്പോൾ ഈ നേതാക്കളെ കണ്ടതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതും സാറ് പറഞ്ഞതൊക്കെ രാഷ്ട്രീയമായിട്ട് CPM-നെ വേട്ടയാടുന്നുണ്ട്. അതെന്താണ് പോയത് എന്നൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിണറായിയാണ് എല്ലാം ശരിയെന്ന് പറയുകയും ചെയ്യുക. ഇതിന് പൊളിറ്റിക്സ് ഉണ്ടെന്ന് സൂത്രം പറയുകയും ചെയ്യുക. സാറിനെ പോലെയുള്ള ഒരു നിരീക്ഷകരിൽ നിന്ന് ഇതുപോലെയുള്ള ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ച കഴിയാൻ സമയമായി ഞാൻ നിർത്തുകയാണ്. നന്ദി ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ KS അരുൺകുമാർ, ശ്രീ ജേക്കബ് ജോർജ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അൻവറിനെ UDF എടുക്കുമെന്ന് 57% പ്രേക്ഷകർ, ഇല്ല എന്ന് 35%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.